ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. കോട്ടയം ഇരട്ട കൊലപാതകം സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ തന്നെ വിജയകുമാർ എന്ന കൊല്ലപ്പെട്ട ബിസിനസ്സുകാരനെ കുറിച്ച് നല്ല ചിത്രങ്ങളല്ല നൽകിക്കൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ട മനുഷ്യനെക്കുറിച്ച് നമ്മൾ മോശമായി ഒന്നും പറയരുത് എന്നുള്ളതാണ് പൊതുവെയുള്ള നമ്മുടെ നാട്ടിലെ തത്വം. ഈ മനുഷ്യനെ കൊലപ്പെടുത്തിയ പ്രതിയെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും തീർച്ചയായും അയാളുടെ അവസ്ഥയെക്കുറിച്ച്, അയാളുടെ സ്വഭാവത്തെക്കുറിച്ച്, അയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന വിവരം ഈ കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചിട്ടുള്ളതാണ്. ആ ചിത്രങ്ങൾ നമുക്ക് നൽകുന്നത് നെഗറ്റീവായ ചില വിവരങ്ങൾ ആണ് താനും. കൗശലക്കാരനായ ഒരു ബിസിനസ്സുകാരൻ്റെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാര സദൃശ്യമായ വീട്ടിനു ചുറ്റും കെട്ടിപ്പൊക്കിയ ഉയർന്ന മതിലുപോലെ തന്നെ തൻ്റെ ജീവിതത്തിലും തൻ്റെ മനസ്സിലുമൊക്കെ ഒരു ഉയർന്ന മതിൽ ഇദ്ദേഹം കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇദ്ദേഹം ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് അദ്ദേഹത്തിനെ തന്നെയായിരുന്നു. അതായത് കൗശലപൂർണമായ ഒരു ബിസിനസ് ആരംഭം കുറിക്കുകയും അതിനെ തുടർന്ന് അത് വളരെ വ്യഗ്രതയോടുകൂടി തന്നെ നിലനിർത്തുകയും ചെയ്തുകൊണ്ടാണ് വിജയകുമാർ മുന്നോട്ട് പോയത്. ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തുടക്കമൊക്കെ ബീഡിക്കച്ചവടത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് ഇദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ആദ്യം ഇദ്ദേഹത്തിന് സൗദിയിലെ ഒരു ചെറിയ കമ്പനിയിലായിരുന്നു ജോലി ലഭിച്ചത്. ഇവിടെ എയർഫോഴ്സിലെ ഒരു ജോലി ഉണ്ടായിരുന്നു. അത് ഉപേക്ഷിച്ചാണ് അദ്ദേഹം സൗദിയിലേക്ക് വണ്ടി പിടിച്ചത്. സൗദിയിലെത്തി ചെറിയ ജോലിയിലേക്ക് പ്രവേശിച്ചു. ജോലി ചെയ്തിരുന്നെങ്കിലും വിജയകുമാറിൻ്റെ മനസ്സിലെ ഉയർന്ന ആഗ്രഹങ്ങൾക്ക് ആ പ്രതിഫലം മതിയാകുമായിരുന്നില്ല. അദ്ദേഹം ബിസിനസ്സിലേക്ക് ഒരു കണ്ണും കൂടി വെച്ചു. ജോലി ഉപേക്ഷിക്കാതെ തന്നെ അദ്ദേഹം തുടങ്ങിയത് ആദ്യം ബീഡി സിഗരറ്റ് കച്ചവടമായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. ഇത് തന്നെ അന്നത്തെ യുദ്ധസമയത്ത്, ഗൾഫ് യുദ്ധ സമയത്ത് നല്ല കൊടുമ്പിരി കൊണ്ട ഒരു ബിസിനസ്സായി മാറുകയായിരുന്നു. ഇദ്ദേഹം വലിയ ലാഭം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ബിസിനസ് നടത്തിയത്. ചെറിയ ലാഭമല്ല, കൊള്ള ലാഭം തന്നെ ആയിരുന്നു വിജയകുമാർ ചെയ്തിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത്. ഇദ്ദേഹം 2008 വരെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് ഇത് പറയുന്നത്. ഇപ്പോൾ കോട്ടയം ശ്രീവത്സത്തിൽ കെട്ടിപ്പൊക്കിയ ഈ കൂറ്റൻ മണിമാളികയിലേക്ക് എത്തുന്നതിന് വളരെയധികം വർഷങ്ങളൊന്നും വിജയകുമാറിന് വേണ്ടി വന്നില്ല. ബിസിനസ്സിൽ വെച്ചടി കയറ്റമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാരണം ബിസിനസ്സിൻ്റെ തന്ത്രങ്ങൾ മുഴുവൻ നന്നായി മനസ്സിലാക്കിയ വിജയകുമാർ അവിടുത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് വളരെ അപൂർവമായ സാധനങ്ങൾ ഗൾഫിലെത്തിച്ചുകൊണ്ടാണ് ബിസിനസ് കെട്ടിപ്പൊക്കിയത്. ഗൾഫിൽ മറ്റൊരിടത്തും കിട്ടാത്ത പല സാധനങ്ങളും വിജയകുമാറിൻ്റെ ഷോപ്പിൽ കിട്ടുമായിരുന്നു. ഉദാഹരണം, ശബരി ശർക്കര കിട്ടുന്ന ആദ്യകാല സ്ഥാപനമായിരുന്നു വിജയകുമാറിൻ്റേത്. നീലഫൃങ്കാതി എണ്ണ കിട്ടുന്നത് ഈ കടയിലായിരുന്നു. അതുപോലെ ചവനപ്രാശം കിട്ടുന്നത് ഈ കടയിലായിരുന്നു. ഇദ്ദേഹം അങ്ങനെ പലർക്കും പല ഷോപ്പുകൾക്കും ഇല്ലാത്ത പല സാധനങ്ങളും ഈ കേരളത്തിൽ നിന്ന് തന്നെ ഗൾഫിലേക്ക് വരുത്തി അവിടെ കച്ചവടം ചെയ്ത് തൻ്റെ ബിസിനസ്സിനെ പരിപോഷിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അധികം ആരുമായിട്ടും ഇടപെടാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിജയകുമാർ. കൂടുതൽ ആളുകളുമായി ഇൻ്ററാക്റ്റ് ചെയ്യാതെ തൻ്റെ ബിസിനസ്സിൻ്റെ സാമ്രാജ്യം വിപുലപ്പെടുത്താനുള്ളതായിരുന്നു 24 മണിക്കൂറും വിജയകുമാറിൻ്റെ ചിന്ത. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചു തന്നെ കച്ചവടം പൊടി പിടിച്ച് നടക്കുകയും ചെയ്തു.
100% മുതൽ 150% വരെ അദ്ദേഹം ലാഭമെടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആരുമായിട്ടും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ നിൽക്കുകയില്ല. മറിച്ച് ആർക്കും അദ്ദേഹം കടമായി തുക വാങ്ങി തിരിച്ചു കിട്ടാനുണ്ടെന്നുള്ള ആക്ഷേപം ഉണ്ടാക്കിയിട്ടുമില്ല. തൻ്റെ ലാഭം ഏറ്റവും കൂടുതലായി ലഭിക്കുന്ന തരത്തിൽ ബിസിനസ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഒരു കാരണവശാലും ഒരാൾക്ക് പോലും 5 പൈസ അനാവശ്യമായി കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. തയ്യാറായിരുന്നില്ല അക്കാലത്ത്. ഗൾഫിൽ അതിസമ്പന്നനായിരുന്നെങ്കിലും തൻ്റെ നാട്ടിലുള്ള സഹോദരങ്ങളെ അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഹായങ്ങളൊന്നും ചെയ്തില്ല എന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു സഹോദരനും കൂടി ചേർന്ന് ഇവിടെ നിന്നും പല സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്ത് അവിടെ എത്തിച്ചിരുന്നു. അതെല്ലാം അവിടെ അദ്ദേഹം വിറ്റെങ്കിലും അതിൻ്റെ ലാഭത്തിൻ്റെ പങ്കാളിത്തമൊന്നും തുല്യമായിട്ടൊന്നും അദ്ദേഹം കൊടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, മറ്റാരുമായിട്ടും കൂടുതൽ ഇടപഴകി തൻ്റെ സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് ബിസിനസ്സിനെ എങ്ങനെ പരിപോഷിപ്പിക്കാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള തന്ത്രങ്ങളായിരുന്നു അദ്ദേഹം ആവിഷ്കരിച്ചു കൊണ്ട് ഇരുന്നത്. തൻ്റെ ജീവനക്കാർക്ക് പോലും അതിര് വിട്ട് ഒരു സഹായവും ചെയ്തിട്ടില്ല എന്നാണ് ജീവനക്കാരെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ 5 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു വ്യക്തി അടുത്ത ദിവസം വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന് ഈ മന്ത്ര ജപ കാര്യങ്ങളിൽ അതീവ താല്പര്യം ഉണ്ടായിരുന്നു. കൂടോത്രത്തിലും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. ഈ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പലരെയും നാട്ടിൽ വരുമ്പോഴൊക്കെ ബന്ധപ്പെടുകയും അവരുടെ നിർദ്ദേശമനുസരിച്ച് പലതും ഇയാൾ ചെയ്യുകയും ചെയ്തിരുന്നു. രുദ്രാക്ഷ മരം വീട്ടിൽ വെച്ചുപിടിപ്പിച്ചതും അത് പിന്നീട് ബിസിനസ്സാക്കി മാറ്റിയതും ഒക്കെ ഇതുപോലെ ഒരു മന്ത്രം ജപിക്കാൻ എത്തിയ സ്ഥലത്തു നിന്നും കിട്ടിയ ഉപദേശത്തിൻ്റെ പേരിൽ ആയിരുന്നു. ഇദ്ദേഹം വളരെ ലളിതമായി ജീവിതം നയിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരു പാൻറ്റും ഒരു ഷർട്ടും ഒരാഴ്ച വരെ അദ്ദേഹം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലായിരുന്നു. അതായത് ആർഭാട ജീവിതത്തിന് വിജയകുമാർ ഒരിക്കലും നിന്നു കൊടുത്തിട്ടില്ല. ആർക്കും പറ്റിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവനക്കാർക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ പോലും വിജയകുമാർ അക്കാര്യത്തിൽ അവരെ സഹായിക്കാൻ പോലും മെനക്കെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വിജയകുമാർ നാട്ടിൽ വന്ന് ഈ ഹോട്ടൽ ഏറ്റെടുക്കാനുള്ള കാരണം പിന്നീട് അദ്ദേഹത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും പാളുകയും ബിസിനസ് നന്നായി പൊട്ടുകയും ചെയ്തതിനെ തുടർന്നാണ്. അതിനിടയിലാണ് കോട്ടയത്ത് തിരുനക്കരയിലെ ഹോട്ടൽ അദ്ദേഹം ഏറ്റെടുക്കുന്നത്. ആ ഹോട്ടൽ ഏറ്റെടുക്കുന്നതിന് കാരണം അതൊരു ചെറിയ ലോഡ്ജായിരുന്നു. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ചെയർപേഴ്സൻ്റെ പേരിലുള്ള ഹോട്ടലായിരുന്നു. ആ ഹോട്ടൽ യഥാർത്ഥത്തിൽ ബാങ്ക് ജപ്തിയിലേക്ക് നീങ്ങി. അതിനുവേണ്ടി എടുത്ത ലോൺ ബാങ്കിന് കൃത്യമായും തിരിച്ചടയ്ക്കാത്തത് കാരണമാണ് അത് ജപ്തിയിലേക്ക് നീങ്ങിയത്. ഈ വിവരം അറിഞ്ഞാണ് ഈ വിജയകുമാർ കോട്ടയത്തെത്തുന്നതും ആ ലോൺ ബാധ്യത ഏറ്റെടുക്കുന്നതും. 5 ലക്ഷം രൂപയാണ് ഈ ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥം ഹോട്ടൽ ലോഡ്ജായിരുന്നപ്പോഴുള്ള ഉടമ ഗോപാലകൃഷ്ണന് വിജയകുമാർ കൊടുത്തത്. തുടർന്ന് ബാങ്കിലെ ബാധ്യത മുഴുവൻ ഇദ്ദേഹം ഏറ്റെടുക്കുകയും അത് അടച്ചു തീർത്തതിന് ശേഷം ലോഡ്ജ് പൊളിച്ച് അവിടെ ഈ ഇന്ദ്രപ്രസ്ഥം പോലുള്ള AC ഹാൾ അദ്ദേഹം പണിയുകയും ചെയ്തത്. തുടർന്നും അദ്ദേഹം തൻ്റെ ബിസിനസ്സിന് ആവശ്യമായ എല്ലാ ചേരുവകകളും ആ ഹോട്ടലിനോട് അനുബന്ധിച്ച് ചെയ്തു വച്ചു. അങ്ങനെ കോട്ടയത്ത് ഏറ്റവും നല്ല ഹാളായി അതിനെ ഇന്ദ്രപ്രസ്ഥത്തിനെ അദ്ദേഹം മാറ്റിയെടുത്തു. അതിൻ്റെ ഗുണം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. ഇവിടെ ഇദ്ദേഹം മരണപ്പെടുന്നതിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ശത്രുവായി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം
മകൻ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം CBI എൻക്വയറി ആവശ്യപ്പെട്ട് കോടതി അനുവദിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഭാര്യയിൽ നിന്നുമൊക്കെ CBI മൊഴിയെടുക്കാൻ തുടങ്ങുന്നത് അവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ തനിക്ക് ശത്രുവായിട്ടുള്ള ആളുകളും ഏതെങ്കിലും സംശയമുള്ള ആളുകളുടെയൊക്കെ പേരുകൾ വിജയകുമാർ CBIയോട് പറയാൻ ഇടയുണ്ടെന്ന് ബോധ്യപ്പെട്ട ഏതോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ പ്രൊഫഷണൽ കില്ലറായി ഈ ആകാശിനെ പറഞ്ഞു വിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരുന്നു. ഈ അസം സ്വദേശി ഈ ഒരു നാടകത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പോലെയാണ് ഈ വീട്ടിൽ ജോലിക്കായി എത്തിയതും ഈ വീട്ടിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയതും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാൻ വേണ്ടി മൊബൈൽ മോഷ്ടിച്ചതും എന്ന് വേണം കരുതാൻ. കാരണം പിന്നീട് വിജയകുമാറിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുമ്പോൾ അത് ഒരു റിവഞ്ചിൻ്റെ ഭാഗമായുള്ള കൊലപാതകം എന്ന് വരുത്തി തീർക്കേണ്ടതുണ്ട്. അതാണ് ശരിക്കും വിജയകുമാറിൻ്റെ ശത്രുവും തികച്ചും പ്ലാൻ ചെയ്തതും. ഒരു പ്രൊഫഷണൽ കില്ലറെ നിയോഗിക്കുക, ഈ പ്രൊഫഷണൽ കില്ലറെ ഈ വിജയകുമാറിൻ്റെ ശത്രുവാക്കി മാറ്റുന്ന തരത്തിൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. അങ്ങനെ ഈ കൊലപാതകം നടന്നാൽ ഈ വ്യക്തി തന്നെയാണ് വിജയകുമാറിനെ കൊലപ്പെടുത്തിയതെന്നും അതിൻ്റെ മോട്ടീവ് ഇദ്ദേഹത്തിനോടുള്ള റിവഞ്ച് ആണെന്നും വരുത്തി തീർക്കുക. ഇത് ആണ് ആ ഇദ്ദേഹത്തിൻ്റെ വിജയകുമാറിൻ്റെ ശത്രുവായ വ്യക്തി മനസ്സിൽ പ്ലാൻ ചെയ്തത്. അതിന് അദ്ദേഹം ഉപയോഗിച്ച ടൂൾ ആണ് ഈ അസം സ്വദേശി അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ കില്ലർ എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും വിജയകുമാറിൻ്റെ മകൻ്റെ കൊലപാതകവും വിജയകുമാറിൻ്റെ കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ല. ഇത് ഇപ്പോൾ ഈ അസം സ്വദേശിയെ ശരിയായ വിധത്തിൽ അയാളുടെ പശ്ചാത്തലം മുഴുവൻ പോലീസ് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയാൽ അയാൾ ചെയ്തത് മുഴുവൻ വ്യക്തമാകും. അയാളുടെ പിന്നിൽ ചിലരുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമില്ല. അത് ഉണ്ട് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്തകൾ. ഇല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തുന്ന ഒരു കൊലയാളി അയാളുടെ പേര് വാതിലിൽ എഴുതി വെക്കും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. വീട്ടിൽ നിന്നും പിരിച്ചുവിട്ടതിൻ്റെ പേരിൽ ഒരാൾ മറ്റ് ആളെ കൊല്ലാൻ വേണ്ടി, ഈ വീട്ടുടമസ്ഥനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. അത്രത്തോളം ഉള്ള ശത്രുത ഈ വ്യക്തി, ഈ ചെറുപ്പക്കാരൻ അത് സൂക്ഷിച്ചിരുന്നു എന്ന് കരുതാനും പ്രയാസമാണ്. അപ്പോൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഈ കോട്ടയം ഇരട്ട കൊലപാതകം ബോധപൂർവം ഈ വിജയകുമാറിനോട് ശത്രുതയുള്ള ഏതോ ഒരു വ്യക്തി വളരെ വിദൂരത്തു നിന്നും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച്, റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറസ്റ്റിലായ അസം സ്വദേശി എന്ന് പറയുന്ന ടൂളിനെ ഉപയോഗിച്ച് നടപ്പാക്കിയ ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഇപ്പോൾ ഈ ഹൈക്കോടതി CBI എൻക്വയറിക്ക് വിട്ടതോടുകൂടി വ്യക്തമാകുന്ന വിവരം വിജയകുമാറിൻ്റെ മകനെ ആരോ കൊലപ്പെടുത്തി എന്നു തന്നെയാണ്. റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കൊലപ്പെടുത്തിയിട്ട് കൊണ്ടിട്ടതാണ്. കാറിനകത്ത് രക്തക്കളം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. രക്തക്കറയല്ല, രക്തക്കളമാണ് കാറിൻ്റെ മുൻപിലും പിൻപിലത്തെ സീറ്റിലും ഉണ്ടായിരുന്നത്. കഴുത്ത് ഇല്ലെങ്കിൽ നെഞ്ചും മുറിച്ചുകൊണ്ട്, കത്തി കൊണ്ട് മുറിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഇല്ല എന്ന് തന്നെയാണ് മെഡിക്കൽ റെക്കോർഡ്സുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. ഈ വ്യക്തി 240 മീറ്റർ ദൂരെയുള്ള റെയിൽവേ ട്രാക്കിൽ നടന്നുപോയി അവിടെ ട്രെയിനിന് തലവെച്ച് മരിച്ചു എന്ന് കേരള പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ തീർച്ചയായിട്ടും പരിഹാസ്യമായി മാറിയിട്ടുണ്ട്. കാരണം ഹൈക്കോടതി പറഞ്ഞു, അങ്ങനെ ഒരു വ്യക്തിക്ക് സ്വയം ആത്മഹത്യ നടത്തിയതിനു ശേഷം ഇത്ര ദൂരം നടന്നു പോകാൻ കഴിയില്ല. മാത്രമല്ല റെയിൽവേ ട്രാക്കിൽ തല വെച്ചോ ശരീരഭാഗങ്ങൾ വെച്ചോ അല്ല മരണം നടന്നത്. ഈ ആത്മഹത്യ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നും
ഈ ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കൊലപാതകത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ വരികയും ആ കൊലപാതകം നടത്തിയ വ്യക്തിയെ കണ്ടെത്തുന്നതിന് വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മൊഴികൾ അനിവാര്യമായി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരെയും നിഷ്കരണം കൊലപ്പെടുത്തിയാണ് ആ മകനെ കൊലപ്പെടുത്തിയ അതേ കൊലപാതകി ഇപ്പോഴും പരിപാടികൾ ആസൂത്രണം ചെയ്ത് കൃത്യതയോടെ നടപ്പാക്കിയത് എന്ന് പറയേണ്ടി വരുന്നു. ഈ പ്രതി, ഇപ്പോൾ പിടികൂടപ്പെട്ട പ്രതിയുടെ ചെയ്തികളൊക്കെ തന്നെ ആരോ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ കൃത്യമായ രീതിയിൽ സംവിധാനം ചെയ്ത് തയ്യാറാക്കപ്പെടുകയും അതിൽ അഭിനയിക്കുന്നതിന് വേണ്ടി, കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ അസം സ്വദേശിയെ ഉപയോഗിക്കുകയും ചെയ്തു എന്ന് വേണം അനുമാനിക്കാൻ. കൂടുതൽ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് പുറത്തു വരികയും CBI തന്നെ ഇപ്പോൾ നടക്കുന്ന കൊലപാതകവും നേരത്തെ മകൻ്റെ കൊലപാതകം സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിനോടൊപ്പം ഈ കൊലപാതകവും കൂടി ചേർത്ത് അന്വേഷണം നടത്തുമ്പോൾ യഥാർത്ഥത്തിലുള്ള കൊലപാതകിയെ നമുക്ക് കണ്ടെത്താനാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ബാക്കിയുണ്ടാവില്ല.